ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം, ഞാൻ മന്ത്രിയായിട്ട് അധികം വൈകുന്നതിന് മുമ്പാണ് ബ്രഹ്മപുരം തീപിടുത്തുണ്ടാവുന്നത്. അന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യം. ഒന്ന്, ഈ ആപത്തിനെ ഒരു അവസരമാക്കി സർക്കാർ മാറ്റും. ഇതൊരു ആപത്താണ്, പക്ഷേ ഇത് ബ്രഹ്മപുരത്തെ മാത്രമല്ല കേരളത്തെയാകെ ശുചിയാക്കാനുള്ള ഒരവസരമാക്കി മാറ്റും. രണ്ട്, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കും. വലിയ പരിഹാസമായിരുന്നു, ട്രോളായിരുന്നു, സ്വാഭാവികം. കാരണം പല പ്രഖ്യാപനങ്ങളും കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതും അതുപോലൊരു പാഴ്വാക്കായിട്ട് ആളുകൾ കരുതുക സ്വാഭാവികമാണ്. പക്ഷേ പൂങ്കാവനമാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടം സർക്കാർ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, അവിടെ 18 ഏക്കർ പൂർണ്ണമായി വീണ്ടെടുത്തു. അറിയാമല്ലോ എത്ര വലിയ മാലിന്യ മലയായിരുന്നു എന്നുള്ളത്. ഞാൻ ആ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ടുള്ളതാണ്. അവിടെയാണ് 18 ഏക്കർ വീണ്ടെടുത്തത്. ഒരു ഭാഗത്തൊരു പൂന്തോട്ടം, സാധാരണഗതിയിലൊരു പൂന്തോട്ടം, മറ്റേ ക്രിക്കറ്റ് പിച്ചുണ്ടാക്കി, ഫുട്ബോൾ, വോളിബോൾ കോർട്ട് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ അതൊരു മെസ്സേജാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ് ബ്രഹ്മപുരം തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ബ്രഹ്മപുരം ഉണ്ടായി അധികം വൈകാതെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് BPCLുമായി ചേർന്നിട്ടുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്. അതിതാ ഈ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഉദ്ഘാടനം ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണുള്ളത്. 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റി അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി 3 കിലോമീറ്റർ അകലെയുള്ള BPCLന്റെ റിഫൈനറിയിലെത്തിച്ച് ഉപയോഗിക്കുന്ന പ്ലാന്റ് അവസാന ഘട്ടത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതും കണ്ടിരുന്നു. ഏപ്രിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തീർന്നില്ല. സമാനമായ പ്ലാന്റുകൾ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അനുമതി കൊടുക്കുകയാണ്.